ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ മെട്രോ ഏതാണെന്ന് അറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ മെട്രോ എന്ന് പറഞ്ഞാൽ ഏത് മെട്രോയാണ്? മീററ്റ് മെട്രോയാണ്. മീററ്റ് മെട്രോയാണ്. അതുപോലെ തന്നെ മീററ്റ് മെട്രോയും നമോ ഭാരത് ട്രെയിനും 2026 ഫെബ്രുവരി മാസം 22-ാം തീയതി നമ്മുടെ രാജ്യത്തിൻ്റെ ആദരണീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി രാജ്യത്തിന് സമർപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ 2026 ഫെബ്രുവരിയിൽ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അനുസ്മരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ആൻസർ ആലിൻ ഷെറിൻ എബ്രഹാമാണ്. ജനങ്ങളെ റേഡിയോയിലൂടെ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി ആരംഭിച്ച പദ്ധതിയാണ് മൻ കി ബാത്ത്. മൻ കി ബാത്തിലൂടെ അദ്ദേഹം ആലിൻ ഷെറിൻ എബ്രഹാമിനെ അനുസ്മരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ അവയവദാന ആശുപത്രി എവിടെയാണ്? എവിടെയാണ്? കോഴിക്കോടാണ്. അതുപോലെ തന്നെ കോഴിക്കോട് എന്ന് പറയുമ്പോൾ കോഴിക്കോട് വരാൻ പോകുന്ന കേരളത്തിലെ ആദ്യത്തെ അവയവദാന ആശുപത്രി ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ പേരിൽ അറിയപ്പെടും. അങ്ങനെ ഒരു നല്ല തീരുമാനമെടുത്ത കേരള സർക്കാരിന് അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ അനിമൽ റെസ്ക്യൂ ആയിരുന്നു ഏത്? ഓപ്പറേഷൻ സുഭാഷ്. അതായത് മെട്രോ റെയിൽ പാലത്തിൽ അകപ്പെട്ട പൂച്ചയെ രക്ഷിക്കുന്നതിന് വേണ്ടി അഗ്നിശമനസേനയും പോലീസും ഫയർഫോഴ്സും ഒക്കെ നടത്തിയ രക്ഷാപ്രവർത്തകരും നടത്തിയ രക്ഷാദൗത്യമായിരുന്നു എന്ത്? ഓപ്പറേഷൻ സുഭാഷ്. അതുപോലെ തന്നെ ഇന്ന് വിശ്വപ്രസിദ്ധമായ ചെട്ടികുളങ്ങര ഭരണിയാണ്. 2026 ഫെബ്രുവരി 23 വിശ്വപ്രസിദ്ധമായ ചെട്ടികുളങ്ങര ഭരണി യുനെസ്കോയുടെ പൈതൃക പട്ടികയിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ചെട്ടികുളങ്ങര ഭരണിക്ക് ചെട്ടികുളങ്ങര ജനസമുദ്രമാണ്. ചെട്ടികുളങ്ങര ഭരണിയെക്കുറിച്ചൊന്നും തൽക്കാലം ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അതൊക്കെ വളരെ വിശദമായിട്ട് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർത്തു വെക്കുക, 2026 ആറ്റുകാൽ അമ്പ പുരസ്കാര ജേതാവ് ആരാണ്? മോഹൻലാലാണ്. 2026 ഫെബ്രുവരി 23 ഇന്ന് ആറ്റുകാൽ ഉത്സവം ആരംഭിക്കുകയാണ്. അപ്പം ആറ്റുകാൽ അമ്പ പുരസ്കാര ജേതാവ് ആരാണ്? മോഹൻലാലാണ്. അമ്പ ഓഡിറ്റോറിയം എവിടെയാണ്? അമ്പ ഓഡിറ്റോറിയം ആറ്റുകാലിലാണ്. പൂന്താനം ഓഡിറ്റോറിയം, മേൽപ്പത്തൂർ ഓഡിറ്റോറിയം, ഇതൊക്കെ ശ്രീ ഗുരുവായൂരിലാണ്.